അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ സീറ 4ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ പാഠം 4 ഇസ്ലാമു ഹംസത വ ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇസ്ലാം സ്വീകരണം ആരുടെയൊക്കെയാണ്? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇസ്ലാം സ്വീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ്. ഖുറൈശി പ്രമുഖനും വലിയ കരുത്തനും അഭിമാനിയുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഈ സംഭവം ഹംസ അറിയാനിടയായി. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അബൂജഹൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സദസ്സിലേക്ക് കോപത്തോടെ ചെല്ലുകയും അവൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അദ്ദേഹം അവരെ വെല്ലുവിളിച്ചു. എൻ്റെ ദീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയുക. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ മുസ്ലിങ്ങൾക്ക് അന്തസ്സും ശക്തിയും വർദ്ധിക്കുകയുണ്ടായി. ഹംസ മുസ്ലിമായി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന് മാനസാന്തരമുണ്ടായി. ഖുറൈശികളിലെ ഏറ്റവും ധീരരായിരുന്ന അംർ ഇബ്നു ഹിഷാം എന്ന അബൂജഹലും ഉമറും മക്കയിലെ വീരപ്പുലികളായിരുന്നു. ഇവരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അള്ളാഹു തിരഞ്ഞെടുത്തത് ഉമറിനെയായിരുന്നു. ഒരിക്കൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നയാൾക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു. ഉമർ ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനിറങ്ങി. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞു. കോപാകുലനായ ഉമർ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഖബ്ബാബ് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമർ വാതിലിൽ മുട്ടി. ഖബ്ബാബ് ഒളിച്ചിരുന്നു. ഖുർആൻ എഴുതിയത് ഫാത്തിമ മറച്ചുവെച്ചു. വാതിൽ തുറന്നപ്പോൾ ഉമർ അവർക്കു നേരെ പാഞ്ഞെടുത്തു. സഹോദരി ഭർത്താവായ സഅദിനെ ചവിട്ടി വീഴ്ത്തി. തടയാൻ ചെന്ന ഫാത്തിമയുടെ കർണത്തടിച്ചു. അവരുടെ മുഖം പൊട്ടി രക്തമൊലിക്കാൻ തുടങ്ങി. ധൈര്യം അവലംബിച്ച് അവർ രണ്ടുപേരും പറഞ്ഞു, അതെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. ഉമറിൻ്റെ കോപം അല്പം അടങ്ങി. സഹോദരിയുടെ മുഖത്തുനിന്ന് രക്തമൊഴുകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന കിതാബ് എനിക്ക് തരൂ. ശുദ്ധിയോടെയല്ലാതെ അത് തൊടാൻ പാടില്ലെന്ന് ഫാത്തിമ പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു ശുദ്ധിയായി വന്നു. അവർ പഠിച്ചുകൊണ്ടിരുന്നത് ത്വാഹ സൂറത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു. അത് ഓതി നോക്കിയപ്പോൾ ഉമറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. മുസ്ലിങ്ങൾ ഉച്ചത്തിൽ തക്ബീർ മുഴക്കി. ഇസ്ലാം രഹസ്യമാക്കി വെക്കേണ്ടതല്ലെന്ന് ഉമർ അറിയിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ 2 വരികളായി മുസ്ലിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് ജാഥ പോയി. ഖുറൈശികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫാറൂഖ്, സത്യാസത്യ വിവേചകൻ ആണെന്ന് അന്നാണ് പ്രഖ്യാപിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ത്വാഹ, നാം താങ്കൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് താങ്കൾ ക്ലേശിക്കുന്നതിന് വേണ്ടിയല്ല, ഭയപ്പെടുന്നവർക്ക് ഒരു ഉദ്ബോധനം എന്ന നിലയ്ക്കാണ്. പാഠഭാഗം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആരായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തത് അറിഞ്ഞ ഹംസയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അബൂജഹൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു ചെന്ന് കോപത്തോടെ ചെല്ലുകയും അവൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു.
എന്നിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തു. എൻ്റെ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയുക എന്ന്. എന്നിട്ട് അദ്ദേഹം നേരെ പോയി നബി തങ്ങളുടെ അടുക്കലെത്തി ഇസ്ലാം സ്വീകരിച്ചു അല്ലേ. അടുത്തതായി ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹംസ മുസ്ലിമായി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. എങ്ങനെയാണ്? ഖുറൈശികളിലെ ഏറ്റവും ധീരരായിരുന്നു അംർ ഇബ്നു ഹിഷാം എന്ന അബൂജഹലും ഉമറും. മക്കയിലെ വീരപ്പുലികളായിരുന്നു. ഇവരിൽ ഒരാളിനെ കൊണ്ട് ഇസ്ലാം ശക്തിപ്പെടുത്തണമെന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ അതിന് അള്ളാഹു തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉമറിനെ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നയാൾ 100 ഒട്ടകത്തെ സമ്മാനമായി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഉമർ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളെ വധിക്കാനൊരുങ്ങി. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി, ഉമറിൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ച വിവരം അറിയുന്നത്. അങ്ങനെ എങ്കിൽ അവരെ ആദ്യം കണ്ടിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് പോകാം എന്ന് കരുതി സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നപ്പം അവിടെ എന്താണ് നടക്കുന്നത്? ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവർക്ക്, അതായത് ഉമറിൻ്റെ സഹോദരിക്കും ഭർത്താവിനും ഒക്കെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാതിൽ മുട്ടിയത് കേട്ടപ്പോൾ ഹബ്ബാബ് ഓടിപ്പോയി ഒളിച്ചിരുന്നു. ഫാത്തിമ എന്ത് ചെയ്തു? ഖുർആൻ എഴുതിയത് മറച്ചു വെച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അതായത് സുമയ്യയുടെ ഭർത്താവിനെ, അതായത് സാഴിദിനെ ഉമർ എന്ത് ചെയ്തു? ചവിട്ടി വീഴ്ത്തി. എന്നിട്ട് സഹോദരിയോട് എന്ത് പറഞ്ഞു? സഹോദരിയെ അടിച്ച വഴിക്ക് സഹോദരിയുടെ മുഖം പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. അന്നേരം ആ രക്തം ഒഴുകുന്നത് കണ്ടപ്പം എന്ത് തോന്നി? ഉമറിന് വിഷമം തോന്നി അല്ലേ. അങ്ങനെ വിഷമം തോന്നിയിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന ആ കിതാബും എടുത്തേ എന്ന് പറഞ്ഞു. അപ്പം ഫാത്തിമ എന്ത് പറഞ്ഞു? അത് അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല, ശരീരശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റത്തുള്ളെന്ന്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് ഖുർആൻ എടുത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. അദ്ദേഹം നേരെ എന്ത് ചെയ്തു? നബി തങ്ങളുടെ അടുത്ത് ചെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി മാറി. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? ഇസ്ലാം മറച്ചു വെക്കപ്പെടേണ്ട ഒന്നല്ല, അത് എല്ലാവരിലേക്കും എത്തേണ്ടതാണ് എന്ന് തോന്നി. എന്നിട്ട് മുസ്ലിങ്ങൾ എന്തായി? 2 വരികളിലായി മസ്ജിദുൽ ഹറമിലേക്ക് ജാഥ പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പരസ്യമായി പ്രഖ്യാപിച്ചത് അന്നേ ദിവസമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പാഠഭാഗവും അതിൻ്റെ വിശദീകരണവും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹുവും തമ്മിലുള്ള ബന്ധമെന്ത്? എന്താണ്? പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ്. അടുത്തത് 2. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായ സാഹചര്യം എന്ത്? ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായ സാഹചര്യം ഏതായിരുന്നു? ഒരു ദിവസം അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഈ സംഭവം ഹംസ അറിയാനിടയായി. അദ്ദേഹത്തിനത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അബൂജഹൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സദസ്സിലേക്ക് കോപത്തോടെ ചെല്ലുകയും അവൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നിട്ട് അവരെ വെല്ലുവിളിച്ചു, എൻ്റെ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയുക എന്ന്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി ഇസ്ലാം സ്വീകരിച്ചു. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് എന്തായിരുന്നു? ഖുറൈശികളിലെ ഏറ്റവും ധീരരായിരുന്ന അംർ ഇബ്നു ഹിഷാം എന്ന അബൂജഹലും ഉമറും മക്കയിലെ വീരപ്പുലികളായിരുന്നു. ഇവരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു. 4. ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട സ്ഥാനപ്പേര് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫാറൂഖ്, സത്യാസത്യ വിവേചകൻ ആണെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. കണ്ടെത്താം. 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും പേര് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ പേരാണ് ഫാത്തിമ.
അവരുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? സഅദ്. അടുത്തത് 2. ഉമർ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളായപ്പോഴുണ്ടായ നേട്ടമെന്ത്? ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് അന്തസ്സും ശക്തിയും വർദ്ധിക്കുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവും കൂടി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എന്തായി? ഇസ്ലാം രഹസ്യമാക്കി വെക്കേണ്ട ഒന്നല്ലെന്ന് ഉമർ റളിയല്ലാഹു അറിയിക്കുകയും മുസ്ലിങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും നേതൃത്വത്തിൽ 2 വരികളായി മസ്ജിദുൽ ഹറാമിലേക്ക് ജാഥയായി പോയി. ഖുറൈശികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അന്നാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് ഇവർ 2 പേരും വന്നതോടുകൂടി മുസ്ലിമുകളുടെ അന്തസ്സ് ഉയർന്നു അല്ലേ? അപ്പോൾ ചോദ്യോത്തരങ്ങളും പാഠഭാഗവും എല്ലാം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് 5ാമത്തെ പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ എന്നൊന്നും ഞാൻ പറയാത്തത് കാരണം കൂടുതൽ ആൾക്കാരും ഇതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതൊക്കെ ചെയ്താൽ എനിക്കൊരു ഉപകാരമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തേക്കണേ.